te he dicho aún, yo no te he dicho aún. Ya no hay versos para ti, sin razones que seguir. Ya verás como no vuelvo, para mí no queda dolor, como el viento que ya pasó, aquella puerta jamás se abrió. Y si piensas que esto no fue, hasta escribir la vida te ha enseñado, esta historia ha cambiado, vas preguntando si has fallado. Y si piensas que esto no fue, hasta escribir la vida te ha enseñado, esta historia ha cambiado. ഫ്രണ്ട്സേ നമസ്കാരം. കഴിച്ചോ? ഞാൻ കഴിക്കാൻ ഒരുപാട് ലേറ്റായി. ഇന്ന് മക്ക ബിരിയാണി, നമ്മുടെ ശരിക്കും നോർത്ത് സാധനമാണ്. ഹൈദരാബാദ് മക്ക എന്ന് പറഞ്ഞ സ്ഥലം മക്ക ബിരിയാണി. നല്ല വിശപ്പ്. ഇന്നിപ്പോൾ ഞാൻ അത് കഴിക്കുമ്പോൾ 4 മണിയായി. 4 മണിയാവുന്നു. നല്ലപോലെ വിശപ്പ്. ചെറിയ തിരക്കുണ്ടായിരുന്നു. ഇതാണ് മക്ക. നേരത്തെ ചെയ്ത് വെച്ചത് തണുത്ത് പോയി ചെറുതായിട്ട്. ശരിക്കും ഹൈദരാബാദി മക്ക ബിരിയാണി എന്ന് പറയുന്നത് BT റൈസിൽ വരുന്ന സാധനമാണ്. ലങ്കി ആയിട്ടുള്ള ബസുമതി റൈസിൽ വരുന്ന സാധനമാണ് ഹൈദരാബാദി മക്ക ബിരിയാണി. നല്ല സ്പൈസി ആയിരിക്കും, റെഡിഷ് കളറായിരിക്കും. സവറും എരിയും ഒക്കെ ഉള്ള ഒരു നട്ട്സും ഒക്കെ ചേർത്ത് വരുന്നൊരു സംഭവമാണ് ഹൈദരാബാദി ബിരിയാണി. ഇത് ശരിക്കും ഭയമുള്ള വരുന്നു. ഇത് നമ്മൾ സാധാരണ കൈമ റൈസിൻ്റെ ബിരിയാണി മലബാർ സ്റ്റൈലിലോട്ട് മാറ്റിയ മക്ക ബിരിയാണി, കനം ബിരിയാണി. യെസ്, റൈത്തയുണ്ട്, പിക്കിളുണ്ട്. വിശന്ന് പോയി. 4 മണിയായി. നല്ല വെന്ത് നല്ല സ്പോഞ്ചായിട്ടിരിക്കുന്ന മീറ്റും റൈസും തന്നെ അടിപൊളി. കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് കൊള്ളാം, എങ്കിലും കുഴപ്പമില്ല. എളുപ്പമാണ് വീട്ടിലുണ്ടാക്കുക. റൈത്തയുണ്ട് കൂടെ. നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ, ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഈ ഫ്രൈഡ് ചിക്കനിലും ചെയ്യാം, സാധാരണ ബോയിലും ചിക്കനകത്ത് ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് നല്ല റോസ്റ്റ് മസാല ഉണ്ടാക്കുന്നത്. ചില്ലി ഫ്ലേക്സും തക്കാളിയുടെയൊക്കെ ഉള്ള പുള്ളിയുടെ മുമ്പോട്ട് നിൽക്കണം. തൈര് ആഡ് ചെയ്യണം, കസൂരി മേത്തി, അങ്ങനെ ഇതിലൂടെ ചേർത്ത് നല്ല കുഴഞ്ഞ് നല്ല മസാലയൊക്കെ പുരണ്ടിരിക്കുന്ന ഒരു ടെക്സ്ചറിൻ്റെ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയെടുത്തിട്ട് BT റൈസ് ദമ്മിട്ട് അയ്യ ചിക്കനോടാണ് സ്റ്റഫ് ചെയ്ത് ഒരു 40 മിനിറ്റ്സ് മൂടി വെച്ചിട്ട് പൊട്ടിച്ച് വയ്ക്കണം. അടിപൊളിയാണ്. മലബാറൻ മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, എഗ് ബിരിയാണി, ഇത്രയും അവൈലബിളാണ് നമ്മുടെ സഫാരി വെഞ്ഞാറമൂട്. വന്നാൽ ചൂടോടെ കഴിച്ചിട്ട് പോകാം. ഞാൻ ചട്ടിച്ചോറുണ്ട്, പൊതിച്ചോറുണ്ട്, താലി മീൽസുണ്ട്, ചൈനീസുണ്ട്, കോണ്ടിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങളൊക്കെ എന്താ കഴിച്ചാൽ ഉച്ചയ്ക്ക്? ബിരിയാണിയാണോ
നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇനിയും റൈസ് ഇരിക്കുന്നേ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മസാല അടങ്ങിയ കോഴി പീസ്. വാവ്, മസാലയാണ് അതിൻ്റെ മെയിൻ. ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് ആ ഉള്ളതിനകത്ത് വെച്ചാൽ കാണിക്കുന്നത്. അത്രയുള്ള കപ്പാസിറ്റി എനിക്കുള്ളൂ. ഇപ്പോൾ ഒരു ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചാൽ കറക്റ്റായിട്ട് ആ മീറ്റ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നു. അടിപൊളി സാധനം. ഹൈദരാബാദി മട്ക ബിരിയാണിയുടെ പ്രത്യേകത സ്പൈസി റൈസായിരിക്കും. എരിയും പുളിയും മുന്നോട്ട് നിൽക്കുന്ന റൈസാണ് ഹൈദരാബാദി റൈസ്. പിന്നെ പലയിടങ്ങളിലും പല ഫ്ലേവറിലൊക്കെ കൊടുക്കാറുണ്ട്. അടിപൊളി. അടിപൊളി. ഞാൻ മീൽസിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു സാലഡ് ഉൾപ്പെടുത്താറുണ്ട്. സാലഡ്, ഗ്രീൻ സാലഡ്. ഒന്നുമില്ല, സവോള എങ്കിലും വെട്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കഴിക്കും. ജലാംശം ഒരുപാട് കിട്ടും വെജിറ്റബിൾസിൽ നിന്ന്. റൈസ് ഇനിയും ഉണ്ട്. കൊമ്പോ നോക്കി, ശരിക്കും 1.5 ബിരിയാണി. എനിക്കിത് കൂടുതലാണ്. കാര്യം അത്ര കലവും വലുതാണ്. നമ്മൾ ഈ കുടംമോരം കുടിക്കത്തില്ലേ, അതിലും വലുതാണ് കലം. ഒരു 1.5 പോർഷൻ റൈസ് സുഖമായിട്ട് കയറിപ്പോകും. എന്നിട്ടും ഞാനിങ്ങനെ കഴുത്തോട്ടം വരെ റൈസ് നിറച്ച് വെച്ചോളൂ. കഴിക്കും തോറും ടേസ്റ്റ് കൂടുന്നു. ഓ യമ്മി, അടിപൊളി. ഈ ബിരിയാണി ട്രൈ ചെയ്യണം കേട്ടോ. സാധാരണ വലിയ പ്രത്യേകതകളൊന്നും എടുത്ത് പറയില്ല. കലത്തിനകത്ത് ചോറ് വെച്ച് വാഴയിലെല്ലാം മൂടി ദോശക്കല്ലിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റീം ചെയ്ത് വെക്കുന്നത്. അത് ഈ വെള്ളം വെച്ചിട്ട് വെള്ളത്തെ ഇറക്കി വെച്ച് ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ ചെയ്യാനായിട്ട് ആ ഒരു കലത്തിലിരിക്കുന്ന ആ ഒരു ആവി
ദമ്മിൽ കിട്ടണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കണം. അതാണ് ടേസ്റ്റ്. ചോറൊക്കെ ഉണ്ട്, പഞ്ഞു വളർന്ന ചോറ് മതി. അധികം ചവച്ചരക്കൊന്നും വേണ്ട. ഇത്ര നല്ല ഫൈനായിട്ട് വെന്തു. പിന്നെ വില വരുന്നത് 350 തോന്നുന്നു. മട്ടൻ ആണെന്ന് തോന്നുന്നു. ബീഫ് 335, ചിക്കൻ 300, അങ്ങനെ എന്തോ ആണ്. 300-400 ഇടയ്ക്കാണ് എൻ്റെ പ്രൈസ് വരുന്നത്. സോറി, ഞാൻ കറക്റ്റായിട്ട് പ്രൈസ് നോക്കിയിട്ടില്ല. നോക്കി ഞാൻ ഇട്ട് കൊടുത്ത് വില, പക്ഷേ എൻ്റെ പേര് മറന്നു. ഇത് ഫിനിഷ് ചെയ്യട്ടെ, പിന്നെ കാര്യം പറയാം. അടിപൊളിയായിരുന്നു സത്യമാണ്. മെയിനായിട്ട് ജോലി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ സമയത്ത് ഇത്തിരി തിരക്ക് വന്നു. പിന്നെ തണുത്തും പോയി, കാര്യം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ കഴിക്കാനും പറ്റില്ല. അടിപൊളിയായിരുന്നു. നിങ്ങൾ മട്ടക്ക ബിരിയാണി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്തൊരു തീറ്റ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് വീഡിയോ ആയിട്ട് നടക്കണം. ഓക്കെ, ബൈ.